ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. पुस्तकीय ज्ञान के साथ ही आप अपने परिवेश से भी सीखें और व्यवहारिक कौशल विकसित करें. यही सार्थक शिक्षा है. विद्यार्थियों को अपने समुदाय, संस्कृति और परंपराओं से जुड़े रहने हुए समाज और देश के भविष्य को बेहतर बनाना है. तेजी से विकसित हो रही भारत में अपने विरासत से जुड़े रहने के साथ साथ आधुनिक विज्ञान के लाभ समाज के हर वर्ग तक ले जाने की आवश्यकता है. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിന്റെ 10ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയിലെ മനുഷ്യവിഭവ ശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനു ശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമവ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26ലധികം രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഈ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform, and since its inception, more than 50 lakh, that is 5 million immigration clearances have been issued. ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ.
FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATF-ന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. se.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻ ബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. जिसमें हमने ब्लैक स्पॉट्स को आइडेंटिफाई किया है. जो लैंडस्लाइड्स के स्पॉट्स है उत्तराखंड, हिमाचल, अरुणाचल, पहाड़ी प्रदेशों में, और हम ये पूरे स्पॉट्स को आइडेंटिफाई करके उसको सुधारने के लिए 50,000 करोड़ का खर्चा हमने किया है ताकि ये सब स्पॉट्स रिमूव हो जाए. इसके साथ साथ रोड इंजीनियरिंग में हमारे जो DPR बना रहे वहाँ अंडरपास, उसके साथ साइनेज, मार्किंग सिस्टम इंटरनेशनल स्टैंडर्ड की बने, ये भी कोशिश कर रहे हैं. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US-ഉം ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്ക് മേൽ കരിനിഴൽ. അടുത്ത വട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുമുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.